സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഏറെ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇത്തവണ ചതുരംഗം ചർച്ച ചെയ്യുന്നത്. അത് കാർഷിക മേഖലയാണ്, പ്രത്യേകിച്ച് നെൽകൃഷി സംബന്ധിച്ചാണ്. ഓരോ ദിനം ചെല്ലുന്തോറും നെൽകർഷകർ ആ മേഖലയിൽ നിന്ന് പിന്മാറുന്നൊരു സ്ഥിതിവിശേഷം, കൊയ്തെടുത്ത നെല്ലിന് പണം കിട്ടാത്ത അവസ്ഥ, ഒട്ടേറെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാനായി TCVയുടെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് കോളങ്ങാട്ട് ഗോപിനാഥൻ, ശ്രീ കെ കൊച്ചുമുഹമ്മദ്, MV രാജേന്ദ്രൻ. മൂന്ന് പേരും നിരന്തരം ജില്ലയിലെ നെൽകർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരാണ്, പ്രത്യേകിച്ച് കോൾ മേഖലകളിൽ. ആ മൂന്ന് പേരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു TCV പ്രേക്ഷകർക്കായി. ആദ്യം തന്നെ കോളങ്ങാട്ട് ഗോപിനാഥനിലേക്ക് പോവാം. പുലരി മേഖലയിൽ നിന്ന് സമീപ നാളുകളിൽ വീണ്ടും ഒരു സമരമുണ്ടായിരുന്നു. അവിടെ പല പ്രശ്നങ്ങളുണ്ട്. വേനൽക്കാലമാണെങ്കിൽ വെള്ളം ലഭിക്കാതെ, മഴക്കാലമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അധികാരികൾ പല രീതിയിൽ പിന്നോട്ട് പോയി കർഷകർക്ക് എപ്പോഴും ദുരിതമാകുന്നൊരവസ്ഥ. അടുത്ത ദിവസങ്ങളിൽ സമരമുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും സമരങ്ങളുണ്ടായിരുന്നു. കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്ന കർഷകരുടെ വേദന മനസ്സിലാക്കാൻ ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് വരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, കർഷകർക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ തുടക്കം മുതൽ അവസാനം കൊയ്തെടുത്ത് ആ നെല്ലിൻ്റെ കാശ് ലഭിക്കുന്നത് വരെ കർഷകനാകെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. തുടക്കത്തിൽ തന്നെ പറയാം, എന്താ വെച്ചാൽ ഈ പണി ആരംഭിച്ച് തുടങ്ങുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് മുൻകൈ എടുത്ത് അതിൻ്റെ വെള്ളം ഒഴുകിക്കളയാനുള്ള സൗകര്യം ചെയ്യേണ്ടത്. ഇത് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ, കോള് വറ്റിച്ച് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാ ചാലുകളും അതേമാതിരി തോടുകളും നിറഞ്ഞ് ചണ്ടികളും അത് മാറ്റാത്ത സാഹചര്യത്തിൽ ഈ വിത്തിട്ട് കഴിഞ്ഞാൽ വരുന്ന വെള്ളം, ഈ വിത്തിൻ്റെ മുകളിൽ കയറി കിടക്കുന്ന വെള്ളം 4-5 ദിവസം അവിടെ കെട്ടിക്കിടന്നാൽ ആ വിത്ത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 2-3 കൊല്ലമായിട്ട് സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എന്നും ഈ ഇറിഗേഷൻ ഓഫീസിൽ ചെന്ന് തിക്കും തിരക്കുണ്ടാക്കാതെ ഒരു പരിപാടി നടക്കാറില്ല. അതൊന്ന്. രണ്ടാമത്തത്, നടത്തിയാൽ തന്നെ അത് അവിടെ ഇവിടെ ഒരു വഴിപാടുമാതിരി ചെയ്തു പോവുക എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ കൃഷിക്കാരന് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതേമാതിരി തന്നെ വളങ്ങൾ ആവശ്യത്തിന് വളം കിട്ടുക, കുമ്മായം കിട്ടുക, അതൊന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇപ്പോൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ് കൊയ്തെടുത്ത നെല്ല് സംഭരിച്ച് അത് കൊണ്ടുപോകാൻ അത് സപ്ലൈകോ നമുക്ക് അനുവദിച്ച് തന്ന കമ്പനിക്കാർ നമ്മളെ ചൂഷണം ചെയ്യുന്നത്, അത് വേറെ വിധത്തിൽ പ്രശ്നങ്ങൾ, അത് വേറെ. പിന്നെ ദൈവം നമ്മൾ കാലാവസ്ഥ വ്യതിയാനത്തിൽ വരുന്ന ആ പ്രശ്നങ്ങളും അത് വേറെ. അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കൃഷിക്കാർ പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തുള്ളത്. കെ കൊച്ചുമുഹമ്മദ്, അദ്ദേഹം ജില്ലാതലത്തിലല്ല സംസ്ഥാന തലത്തിൽ തന്നെ കർഷകർക്കായി, പ്രത്യേകിച്ച് നെൽകർഷകർക്കായി ശബ്ദമുയർത്തുന്ന, ഏറെ കാലമായി ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ കോളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു, വളം പോലും ലഭ്യമാവുന്നില്ല. മുൻവർഷങ്ങളിൽ ഇല്ലാത്ത ഓരോ പരാതികൾ കർഷകർക്ക് ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരികയാണ്. ഈ വളവുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ ഉത്തരവ്, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അറ്റകുറ്റപ്പണികൾക്ക് പോലും വളനിർമ്മാണശാലകൾ അടച്ചിടരുത്. അത്രയ്ക്ക് പോലും ഉൽപ്പാദിപ്പിക്കാനാവുന്നില്ല ആവശ്യത്തിന്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. എങ്ങോട്ടാണ്, എന്തുകൊണ്ടാണ്, മനഃപൂർവ്വമാണോ ഈ മേഖല ഇത്രയേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? നെൽകർഷകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ ഒരു കൊടിയ വഞ്ചനയാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി തുടരുന്നത്. ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഒരു മതിയായ വില നൽകണമെന്നുള്ളതാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പറയുന്നത്. പക്ഷെ ഉൽപ്പാദനത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഉൽപ്പന്നത്തിനുള്ള വില ലഭിക്കുക എന്നുള്ളതാണ്. ആ വില നമ്മുടെ സംസ്ഥാനത്ത് കൃഷിച്ചെലവ് വളരെ കൂടുതലാണ്. കൂലിച്ചെലവ് ഉൾപ്പെടെ വളരെ കൂടുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന താങ്ങ് വില ഇവിടെ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ മുൻ സർക്കാരുകൾ കുട്ടനാട്ടിലെ നെല്ല് സംഭരിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യമായി തുടങ്ങിയ കാലം മുതൽ നെൽകർഷകർക്ക് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്ന സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത്. ആ ഇൻസെൻറ്റീവ് 8 രൂപ 80 പൈസ വരെ കേരള ഗവൺമെൻറ് കൊടുത്തു. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടങ്ങളിൽ 8 രൂപ 80 പൈസ കൊടുത്തു.
പിന്നീടുള്ള ഓരോ വർഷത്തിലും 21-22 വർഷം മുതൽ ഈ 24-25 വർഷം വരെ ഓരോ വർഷവും ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് കുറയ്ക്കുകയാണ് ചെയ്തത്. അത് വളരെ തന്ത്രപരമായിട്ടാണ് ആ നടപടി സ്വീകരിച്ചത്. എല്ലാ കൊല്ലവും കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കാറുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള കൂലിച്ചെലവിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് അത് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഇൻസെൻറ്റീവ് എത്രയാണോ അത്ര തുക, കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന സപ്പോർട്ട് പ്രൈസ് എത്രയാണോ അതിൻ്റെ ആ തുക ഇൻസെൻറ്റീവിൽ കുറയ്ക്കുമ്പോൾ ആരും ഇത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് കൃഷിക്കാർക്കൊക്കെ മനസ്സിലായി അതൊരു കള്ളക്കളിയാണ് നടത്തുന്നത്. അങ്ങനെ 28 ഉറുപ്പിക 20 പൈസയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ കൃഷിച്ചെലവ് എന്ന് പറയുന്നത് അതിന് നെല്ലിൻ്റെ വില ഒരു 35 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമാണ് കൃഷിക്കാർക്ക് ഒരു ചെറിയ ആശ്വാസം എന്ന രീതിയിൽ ലഭിക്കുക. അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ നിലയിലാണ് ഈ 8 രൂപ 80 പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ആ സംഖ്യ 3 ഉറുപ്പിക 60 പൈസ ഒരു കിലോ നെല്ലുമ്മ അത് ഇൻസെൻറ്റീവ് കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ കൃഷിക്കാർക്ക് ഇപ്പോൾ ആ മേഖലയിൽ നിൽക്കാൻ താല്പര്യമില്ല. ഗോപിനാഥൻ പറഞ്ഞ പോലെ ഇനി രാജേന്ദ്രൻ പറയുന്നതൊക്കെ തന്നെ ഈ കാർഷിക മേഖലയിൽ മറ്റ് ഇതര മേഖലയെ അപേക്ഷിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണ്ടേ. ആ കഴിയുന്ന നിലവാരത്തിലേക്ക് വരുന്നതിനുള്ള ഒരു പ്രോത്സാഹനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല. പ്രസംഗത്തിലൊക്കെ വളരെ കാര്യമായി പറയും, ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുന്ന ഗവൺമെൻറ് സംസ്ഥാനത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് ഒരു കൊടിയ വഞ്ചനയാണ് ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പിറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. ഇത് പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ കൃഷി കാലക്രമത്തിൽ നിലച്ചു പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉൽപ്പാദനം എന്ന് പറയുന്നത് അതിനാവശ്യമായ ഈ ഒരു ഇതിൻ്റെ വർധനവ് എന്ന രീതി പോട്ടെ, നിലവിലുള്ള ഉൽപ്പന്നം തന്നെ ശരിയായ തോതിൽ കിട്ടുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അത് ആവശ്യമായ ഗുണമേന്മയുള്ള വിത്ത് കിട്ടായ്മ, അതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, ഇതിനൊക്കെ തന്നെ പരിഹാരം കാണാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരം ഉണ്ടെങ്കിൽ തന്നെ അത് സംസ്ഥാനത്ത് നടപ്പിലാക്കാനും അവർ തയ്യാറല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായി ഏറ്റവും വേദനയുള്ളൊരു വിഷയമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വിള ഇൻഷുറൻസ്. കാലാവസ്ഥ അധിഷ്ഠിതമായ വിള ഇൻഷുറൻസ് ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതിൻ്റെ പകുതി തുക കേന്ദ്ര ഗവൺമെൻറ്റും പകുതി തുക സംസ്ഥാന ഗവൺമെൻറ്റുമാണ് നൽകുന്നത്. ഒരു വിഹിത 5% ഉള്ള തുക മാത്രമാണ് കൃഷിക്കാരിൽ നിന്ന് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങി അത് ഓരോ വർഷവും ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റമനുസരിച്ച് ഒരു ആശ്വാസകരമായൊരു തുകയൊക്കെ ഈ കൃഷിക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് എത്രയാണ് ഇതിൻ്റെ നഷ്ടപരിഹാരം എന്ന് പോലും പ്രഖ്യാപിക്കുന്നില്ല. 2 വർഷക്കാലമായി കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം സർക്കാർ കൊടുക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം അടയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സ്ഥിതി തുടർന്നാൽ കൃഷിക്കാർ ചെയ്യില്ല. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൃഷിയിൽ ഇറക്കാൻ തയ്യാറില്ല എന്ന് പോലും പ്രഖ്യാപിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായിരിക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുണ്ട്, ഇറിഗേഷൻ ഉൾപ്പെടെ കർഷകരെ സഹായിക്കാനായിട്ട്. ഇവരെല്ലാം പിന്നോട്ട് പോകുന്നതൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ തൃശ്ശൂർ ജില്ലയിലെ കോളനിലങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കോടിക്കണക്കിന് രൂപ സബ്സിഡിയായിട്ടും പദ്ധതികളൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു ഭൂപ്രകൃതിയാണ്. ആ ഭൂപ്രകൃതിയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഒരു സ്റ്റാഗ്നേഷൻ വന്നിരിക്കുക 2-3 കൊല്ലമായിട്ട്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. സാമ്പത്തിക വിഷയമുണ്ട്. ഇപ്പം നമ്മുടെ ഈ കാലഘട്ടം, ഞങ്ങളുടെ ഇപ്പോൾ 3 ആളുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ കാലഘട്ടം കഴിഞ്ഞാൽ ഇതൊക്കെ അന്യം നിന്ന് പോകും. ഒരു ചെറുപ്പക്കാരി രംഗത്ത് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഭീഷണി. ഈ കേരളത്തിൽ നിലവിൽ തന്നെ അരി ഉൽപ്പാദനം കുറവ്. ഈ കുറച്ച് കാലഘട്ടം ഞങ്ങളുടെ ഈ കാലഘട്ടം കഴിഞ്ഞു.
അപ്പോൾ പുതിയ രൂപത്തിലും പുതിയ പദ്ധതികൾക്കും ആയിട്ട് മാറിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി എന്ന് പറഞ്ഞൊരു കൃഷിക്കാരൻ 1 ഏക്കർ കൃഷി എന്തായാലും കിട്ടുന്ന വരുമാനം എന്താണ്? എല്ലാം കഴിഞ്ഞതിൽ മാക്സിമം ഒരു 25,000 5 മാസം 20,000-30,000 കിട്ടുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കോളനിലങ്ങളാണ്, അതൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. ഒരു കൃഷി 140 ഏക്കർ പാടശേഖരങ്ങളുണ്ട്. 100 ഏക്കർ 200 ഏക്കർ 300 ഏക്കറുള്ള പാടശേഖരങ്ങൾ. ആ പാടശേഖരങ്ങളിലെ കൂട്ടായ്മകൾ രൂപീകരിച്ച് ഒറ്റപ്പെട്ട കൃഷിക്കാർക്ക് വിട്ട് ആ കൂട്ടായ്മയിൽ തന്നെ പുതിയ സംരംഭരായിരിക്കണം. ഇപ്പോൾ ഈ രാജ്യത്ത് ഭക്ഷ്യ രംഗത്ത് വലിയ സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വിപ്ലവം ഭക്ഷ്യരംഗത്തുമായിട്ട് ബന്ധപ്പെട്ട് വിപ്ലവം വരാൻ പോവുക. അപ്പോൾ നമ്മൾ ഈ നെൽകൃഷിയിൽ തന്നെ ഒതുങ്ങാതെ ഈ 100 ഏക്കർ ഗോപിയുടെ ഒരു പാടശേഖരം 750 ഏക്കർ ഉണ്ടെങ്കിൽ ആ 750 ഏക്കറിലുള്ള കൃഷിക്കാരെ കൂട്ടായ്മ ഓൾറെഡി ഉണ്ട്. ഒരു പാടശേഖരം ഉണ്ട്. അവിടെ പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ, മെക്കനൈസേഷൻ ഡ്രോണൊക്കെ അതൊക്കെ സർവ്വസാധാരണയാണ്. ഒരുമിച്ച് പണിയുക, അത് വിട്ട് മൃഗങ്ങളെ വളർത്തുക, പശു, താറാവ്, കോഴി, പന്നി, അതിനുള്ള സ്ഥലങ്ങളുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒരു പന്നി വളർത്താൻ നമ്മുടെ നാട്ടിൽ പറ്റില്ല, ഒരു പശു വളർത്താൻ പറ്റില്ല. പക്ഷേ ഒരു പാടശേഖരത്തിൻ്റെ 4 ഭാഗമുള്ള ബണ്ടാണെങ്കിൽ അവിടെ പന്നി വളർത്താനും പശു വളർത്താനും കോഴി വളർത്താനും കാട വളർത്താനും അതിൻ്റെ കാഷ്ടം ഉപയോഗിച്ചിട്ടുള്ള ആ ഉൽപ്പന്നം, ആ കാഷ്ടം ഇട്ട് കഴിഞ്ഞാൽ കാട്ടിൽ നടക്കുന്ന പ്രയാണം എന്താണ്? കാട്ടിൽ നടക്കുന്ന എല്ലാ ജീവജാലവും ജീവിക്കുന്നു. എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാത്തിനും മൂല്യം കൂടുതലാണ് അവിടെ. കാട്ടിലൊരു പന്നിയായാലും പക്ഷികളും മൃഗങ്ങളായാലും ചെടികളായാലും മൂല്യം, അത് ഒരു അന്തരീക്ഷമാണ് അവിടെ, ഒരു പ്രത്യേക ആ അന്തരീക്ഷത്തേക്ക് ഈ കോളനികൾ മാറ്റുകയും അവർ സംരംഭരായിരിക്കണം. ഓരോ പടവ് കമ്മിറ്റി ഓരോ കൃഷിക്കാരും സംരംഭരാകുമ്പോൾ പുതിയ ഈ വെല്ലുവിളി നേരിടാൻ പറ്റുള്ളൂ. അതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്. പദ്ധതികൾ കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ കൃഷിക്കാർ ആ ലെവലിലേക്ക് മാറണം. അങ്ങയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് വലിയ കാര്യം ഒരു പ്രൊഡ്യൂസർ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ 2013 ഇന്ത്യ ഗവൺമെൻറ് കമ്പനി ആക്ടിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. കൃഷിക്കാർ ഒരു മൻമോഹൻ സിംഗാണ് അത് കൊണ്ടുവന്നത്. 2013 ആ പാർലമെൻറ്റ് സ്പീച്ച് ഞാൻ കേട്ടാളാണ്. അന്ന് ലൈവ് ടെലികാസ്റ്റ് ഇല്ല, അത് കഴിഞ്ഞിട്ട് കിട്ടുക. അദ്ദേഹം പറഞ്ഞു കൃഷിക്കാർ സംരംഭരായിരിക്കണം, കൃഷിക്കാർ ടാറ്റയായിരിക്കണം, ബിർളയായിരിക്കണം. അതുകൊണ്ട് ഞാൻ കമ്പനി ആക്ടിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. കൃഷിക്കാരെ കൂട്ടായ്മയുള്ള പ്രൊഡ്യൂസർ കമ്പനികൾ കൊണ്ടുവരുന്നു. 2016 തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ രൂപീകരിച്ച ഇതിനെക്കുറിച്ച് ഈ കർഷകർക്ക് കൂട്ടായ്മയിലുള്ളവർക്ക് കുറച്ചെങ്കിലും അറിയാൻ കഴിയും. കർഷകർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തമായ ക്ലാസ്സും വിവിധ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ, വ്യവസായ വകുപ്പ്, എല്ലാ വകുപ്പുകളും കൃഷിക്കാരെ പുതിയ രീതിയിലേക്ക് ബോധവൽക്കരിക്കണം. എന്താണ് നിങ്ങൾക്കുള്ള അവസരങ്ങൾ? ഞാൻ എൻ്റെ പാഠം എല്ലാം അത് തുറന്നു കിടക്കുക അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഗോപിയുടെ പാടം 750 ഏക്കർ, അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, അതുമായുള്ള ടൂറിസം സാധ്യതകൾ എന്തെല്ലാം ആ ലെവലിലേക്ക് കൃഷിക്കാരെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് ഈ കാലഘട്ടം, ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഇത് അന്യൊന്ന് പോകും. ഇത് കംപ്ലീറ്റ് വെറുതെ കാട് പിടിച്ച് വെള്ളമായിട്ട് കിടക്കും. ആ ലെവലിലേക്ക് ഞാൻ ഈ പ്രശ്നം പരിഹരിക്കുന്ന സംസാരിക്കാനാണ്. അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ചെറിയ നിർദ്ദേശമാണ്. ഓക്കെ, ഈ ചില മാറ്റങ്ങൾ പുല്ലടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അവിടെ ഈ നെല്ലും മീനും അതുപോലെ തന്നെ പൂക്കൃഷി മറ്റ് ഇടവേളകൾ കൂടി ചെയ്തിട്ടുണ്ടല്ലേ? അത് ഒരു വ്യക്തിയുടെ ലെവലിലാണ് ഈ പൂക്കൃഷിയും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് എത്ര ഏക്കർ ഉണ്ട് പുല്ലഴി കോൾപ്പടവ്? ഏത് മൊത്തം നിങ്ങളുടെ കൂട്ടായ്മ? ഞങ്ങളുടെ കൂട്ടായ്മ 900 ഏക്കറാണ്. അതിൽ ഫാം റോഡും ചാലൊക്കെ പോയിപ്പോൾ ബാക്കി 750 ഏക്കറോളം നമ്മൾ നെൽകൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നെൽകൃഷിയെ മാത്രം കേന്ദ്രീകരിച്ചാണ് മറ്റ് സംരംഭമാവുന്ന രീതിയിൽ മറ്റേതെങ്കിലും? മറ്റേതെന്ന് വെച്ചാൽ മത്സ്യകൃഷിയാണ് നടത്താറുണ്ടായിരുന്നത്. ഈ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് മത്സ്യകൃഷി എന്തെങ്കിലും ഇത് ചെയ്യാറുണ്ട്. ഈ നെല്ലിനോടൊപ്പം തന്നെയാണ് പച്ചക്കറി കൃഷി ചെയ്തത്. അത് എന്താണെന്ന് വെച്ചാൽ അത് ഈ നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ച മാതിരി ഒരു ടൂറിസത്തിൻ്റെ ലെവലിൽ ആക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അത് വിജയിക്കുമെന്നുള്ള രീതിയിലാണ്. എന്താ വെച്ചാൽ ഈ അവധി ദിവസങ്ങളിലൊക്കെ പുറം സ്ഥലങ്ങളിൽ, ജില്ലയെ വിട്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് അങ്ങനെ നമ്മളല്ല 2-3-4 കൊല്ലമായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വളരെ ഒരു സംരംഭമാണ് അത് കാണുന്നത്. അതേമാതിരി അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ശരി തന്നെയാണ്. കുറേ ഇപ്പോൾ കരഭൂമികളിൽ ഈ പരിസരത്തുള്ള വീടുകാരുടെ പ്രശ്നങ്ങൾ കാരണമാണല്ലോ പന്നിക്കൃഷി മറ്റതൊക്കെ മാറുന്നത്. ഇത് ഏകദേശം ഒരു കിലോമീറ്റർ, ഏകദേശം 1.5-2 കിലോമീറ്റർ ഉള്ളിലാണ് ഈ പാടത്തിൻ്റെ വരമ്പുകളും സാധനങ്ങളും വേസ്റ്റ് ഏക്കർ കണക്കിന് കിടക്കുന്നത്. അതിന് ഗവൺമെൻറ് മുന്നോട്ട് വന്ന് അതിന് ഒരു സാമ്പത്തിക സഹായമൊക്കെ ചെന്ന് അതിൻ്റെ അടിസ്ഥാന സൗകര്യമൊക്കെ ഇതാവാൻ ചിലപ്പോൾ ആ പരിസരത്തുള്ളവർക്കെങ്കിലും പാലും നല്ല ശുദ്ധമായ പാലും അതൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ള പശു വളർത്തൽ,
അല്ല, ഇതിപ്പോൾ കർഷകരാണെങ്കിലും അല്ലെങ്കിൽ കർഷകരുടെ കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന നിങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശയമുണ്ട്. ഇതിനെ ഗൈഡ് ചെയ്യാൻ ഒരു സംവിധാനം, അത് സർക്കാർ സംവിധാനത്തിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ആ രീതിയിൽ ഇങ്ങനെ സമീപനം ഉണ്ടാവും? നമ്മൾ കൊടുത്തിട്ടുണ്ട്, പല പ്രോജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഒന്നും നമുക്കത് പാസ്സായി. അത് ഏത് വിഭാഗത്തിലേക്കാണ് കൊടുക്കുന്നത്? അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഒരു പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ MP യും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് നമ്മൾ ഒരു പ്രോജക്റ്റ് കൊടുക്കാൻ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ട് നമ്മളത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള ഇതാവുന്നുണ്ട്. നമ്മൾ നേരത്തെ ശ്രീ KK കൊച്ചു മുഹമ്മദ് പറയുകയുണ്ടായി, വിളനാശം ഇപ്പോൾ സമീപകാലത്ത് പര്യാപ്തമായ തുക ലഭിക്കുന്ന പോലുമില്ല. അത് മാത്രമല്ല, ഈ നെൽകൃഷിയാണെങ്കിലും കൃഷി നശിച്ചു കഴിഞ്ഞാൽ കർഷകൻ ലഭിക്കുന്നത്, വാഴയാണെങ്കിലും തെങ്ങാണെങ്കിലും നാമമാത്രമായൊരു തുക, ചിലപ്പോഴൊക്കെ പരാതിയായി പറയാറുണ്ട്, കളിയാക്കുന്ന രീതിയിലാണ് പണം തരാറുള്ളതെന്ന്. ശരിയാണോ? ഈ ചെറിയ തുകയാണെങ്കിലും അത് സമയത്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴൊരു ചെറിയ ആശ്വാസമാവുമല്ലോ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് ഇതുവരെ അനുഭവം ഉള്ളത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥ വർഗം അവരുടെ ശമ്പളത്തിന് എപ്പോഴെങ്കിലും മുടക്ക് വരുത്താൻ സംഭവിച്ചിട്ടുണ്ട്? അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കുറയ്ക്കാൻ ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? ഞങ്ങളൊരു താരതമ്യ പഠനം നടത്തുമ്പോൾ നിലവിലെ ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പർമാർക്ക് പോലും 4 ലക്ഷം ഉറുപ്പ്യ വരെ ശമ്പളമാണ്. അത് പിന്നീട് വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നാടിന് പിടിച്ചു നിർത്തുന്ന, ഞാൻ നാടിനെ പിടിച്ചു നിർത്തുന്ന ഈ തൃശ്ശൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു വൻകിട വ്യവസായം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു വ്യവസായം ഇല്ല. അതേ സമയത്ത് ഇതൊരു വലിയ വൻകിട വ്യവസായമാണ്. 30,000 ഏക്കറയോളം വരുന്ന കോൾ കൃഷി, അതിന് ഏറെക്കുറെ ഒരു 1-2 ലക്ഷം വരുന്ന കർഷക തൊഴിലാളികൾ, അതുമായി ബന്ധപ്പെട്ടത് ഒരു വലിയ വ്യവസായമാണ് ഈ ഇവിടെ നടപ്പിലാക്കുന്നത്. ആ തൊഴിലുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ജീവിക്കുന്നു. അതിന് ആ നിലയിൽ കണ്ണുകൊണ്ട് കാണാതെ നമ്മുടെ നാട്ടിലെ ഭരിക്കുന്ന ഗവൺമെൻറ് അതിലെ പ്രതിനിധികൾ പറയുകയാണ്, ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ല, അത് വേണമെങ്കിൽ കൊണ്ടുവരാം. അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം ഒരു 20% ഉള്ളൂ. പക്ഷേ ആ 20% എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മനുഷ്യരിവിടെ ജീവിക്കുന്നു. അവർ ഇതൊക്കെ നിർത്തിയാൽ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക? അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിലില്ല. അപ്പോൾ കുറച്ച് പണം നീക്കി വെച്ചുകൊണ്ട് ഇത് സംരക്ഷിക്കാൻ തയ്യാറാവണ്ടേ? അങ്ങ് ചോദിച്ചതുപോലെ ശാസ്ത്രീയമായ രീതിയിൽ ഈ വിഷയത്തിന് മാറ്റം വരുത്താൻ ഏറ്റവും ഉപകരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റികൾ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കാർഷിക സർവകലാശാല, അതുപോലെ തന്നെ വെറ്റിനറി സർവകലാശാല. ഇവിടെയൊക്കെ കഴിഞ്ഞ ഒരു 10, 20, 25 കൊല്ലക്കാലമായി എന്ത് സംഭാവനയാണ് ആ മേഖലയിലുള്ളവർക്ക് നൽകിയിട്ടുള്ളത്? ഒരു പുതിയ നെൽവിത്ത് കണ്ടെത്തിയിട്ട് കൃഷിക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമല്ലാതെ കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ ആർക്കാ കഴിയുക? ഈ മേഖലയിലേക്കൊന്നും കടന്നു ചെല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ വരുന്നതൊന്നും നമുക്ക് ഫലപ്രദമായി ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു മത്സരത്തിനോ ഗവേഷണത്തിനോ അതിൽ പഠനം നടത്തി അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾക്കോ ഒന്നും ഒരു ആത്മാർത്ഥതയില്ല. അതിന് പണം നീക്കി വയ്ക്കുന്നില്ല, നീക്കി വെച്ചാൽ തന്നെ അത് സമയത്തിന് ചെലവഴിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അതെന്താ കാരണം? അത് ഒരു താത്വികമായ സമീപനത്തിൻ്റെ പോരായ്മയാണ്. ഇവിടെ കൃഷിക്കാരെ അല്പം ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊരു തോന്നലാണ് അവർക്കുള്ളത്. അത് ശരിയാണ്, ഇവിടുത്തെ വിഷയം കൊണ്ട് മാത്രമല്ല. പക്ഷെ ഒരു കാര്യം, ഈ ഉൽപ്പന്നത്തിന് വൈവിധ്യമാർന്നിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് മാർക്കറ്റിങ്ങിന് തയ്യാറാകുന്ന നിലയിൽ അവരൊന്ന് സാഹചര്യങ്ങൾ ഉണ്ടാക്കണ്ടേ? ഇപ്പം നെല്ലിൻ്റെ അരി ഉൽപ്പാദിപ്പിച്ചാൽ ആ ബ്രാൻഡ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ പല മാറ്റങ്ങളും വരുത്താം. ആ അരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എത്ര ബ്രാൻഡഡ് പുട്ടുപൊടി തന്നെ എടുക്കുക. ആ പുട്ടുപൊടി ഉണ്ടാക്കുന്നത് വലിയ വലിയ കമ്പനിക്കാരല്ലേ? എന്നാൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തുകൂടെ? നമ്മുടെ അരി പുട്ടുപൊടി ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അരി വേറെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനോ
നമുക്ക് ഉപയോഗിച്ചുകൂടെ? അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾക്ക് താല്പര്യവുമുണ്ട് അത് വാങ്ങാൻ. തീർച്ചയായിട്ടും അതിന് പ്രത്യേകമായ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വലിയ വലിയ മാർക്കറ്റ് ഉള്ള വിഷയങ്ങളാണ്. അതിനാരാ തയ്യാറ്? അപ്പോൾ ഈ ഉൽപ്പന്നം ഇതേപോലെ ചോറുണ്ണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല. അന്തർദേശീയമായിട്ട് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പല ഉൽപ്പന്നങ്ങളും ഇവിടെ ഇറങ്ങുന്നത്. അത് ചൂട്ടപ്പം പോലെ അത് വിറ്റഴിഞ്ഞു പോകും. അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് കാർഷിക സർവകലാശാലകൾ പോലെ ഓരോ വിഭാഗങ്ങൾ വെള്ളാനകളായി കൊഴുത്ത് വീർത്ത് നടക്കുന്നു. ഈ കർഷകർക്കും അവരുടെ ആശയമുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാൻ പരിമിതിയുണ്ട്. ഇങ്ങനെയുള്ള കർഷക കൂട്ടായ്മകളെ സംഘടിപ്പിച്ച് കാർഷിക സർവകലാശാലകൾ പോലെയുള്ളവർ, കേന്ദ്രത്തിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്, അവർക്ക് അറിവ് നൽകി അതിന് തുടക്കം കുറിക്കാൻ ഒരു വിഭാഗമുണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും വിഭാഗമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് ഇവിടെ ഇതിന് ഒരു നേതൃത്വം കൊടുക്കണ്ടേ? ആ നേതൃത്വം കൊടുക്കുമ്പോൾ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ വ്യത്യസ്ത മാർക്കറ്റിംഗ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള അന്തർദേശീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ ഈ കൃഷി ചെലവ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് രാജ്യാന്തരർക്ക് അതിൽ ആ ഭാഗത്തൊക്കെ പലപ്പോഴും പരീക്ഷണം നടത്തുന്ന ഇവരൊക്കെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നെല്ലിൻ്റെ വിത ഉൾപ്പെടെ അല്ലെങ്കിൽ മരുന്ന് തെളിക്കുന്നത് ഉൾപ്പെടെ കൊയ്യുന്നത് ഉൾപ്പെടെ മെക്കനൈസേഷൻ സിസ്റ്റത്തിൽ വലിയ മാറ്റം ലോകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് നടത്താൻ പറ്റുന്നില്ല. കാരണം അതിനൊക്കെ കുറച്ച് പണം നീക്കി വെക്കണ്ടേ? എന്നിട്ട് വേണ്ടേ അതിൽ ഗവേഷണം നടത്താൻ? ഇതൊക്കെ തന്നെ യൂട്യൂബിലോ മറ്റു ഒക്കെ കാണുമ്പോൾ നമ്മൾ അമ്പരന്ന് പോവുകയാണ്. ഇത്തരം മാറ്റങ്ങളൊക്കെ തന്നെ കാർഷിക മേഖലയിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അമ്പരന്ന് പോകുക. ഒരു കാലത്ത് ഇവിടെ ട്രാക്ടർ ഇല്ലാതൊക്കെ വരുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളായിരുന്നു. പക്ഷെ ഇതൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ മെക്കനൈസേഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ പരീക്ഷിക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഒന്നും തയ്യാറില്ല. എങ്കിലല്ലേ ഉൽപ്പാദന ചെലവ് കുറഞ്ഞു വരിക, ഉൽപ്പന്നത്തിന് കൂടുതൽ വില കിട്ടുക. അങ്ങനെ വരുമ്പോഴല്ലേ കാർഷിക മേഖലയിലേക്ക് പുതിയ ആളുകൾ വരിക. അപ്പോൾ പുതിയ ചെറുപ്പക്കാരുൾപ്പെടെ ഈ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വണ്ടി കയറി പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷി ചെയ്യാൻ അവർ തയ്യാറാകും. അതില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ് പതുക്കെ പതുക്കെ. ഇപ്പോൾ കേരളത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ കണക്കെടുത്താൽ നമുക്കറിയാം അത് ഒരു 3 കൊല്ലക്കാലമായിട്ട് പിറകോട്ട് ഇങ്ങനെ പോരുകയാണ്. ആ ഇവിടുത്തെ ഉൽപ്പാദനം എന്ന് പറയുന്നത് തന്നെ എത്ര ശതമാനം ഉൽപ്പാദനം? ഇപ്പോൾ അതായത് നമുക്കറിയാം ഒരു 40 കൊല്ലം മുമ്പത്തെ ഒരു അവസ്ഥയല്ല കേരളം. ഇപ്പോൾ ഏക്കർ കണക്കിനുണ്ടായിരുന്ന കൃഷിയിടങ്ങളെല്ലാം മാറി തരമാറ്റം വരുത്തി. ഇപ്പോൾ ഒരു 40-50 കൊല്ലത്തിൻ്റെ കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം കൃഷിയുടെ ശതമാനം കണക്ക് നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും? ഒരു 12 ലക്ഷം ഒക്കെ ഹെക്ടർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2 ലക്ഷത്തിലേക്ക് അത് മാറി. അത്രയേറെ കുറഞ്ഞു. അതിന് കുറച്ച് ഭൂമിയുള്ളൂ. കുട്ടനാട്ടിൽ ഉള്ള ഭൂമി, അതുപോലെ തന്നെ പാലക്കാടുള്ള ഭൂമി, അതുപോലെ നമ്മുടെ തൃശ്ശൂരിലുള്ള കോളുനിലം. തൃശ്ശൂരിലുള്ള കോളുനിലത്തെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായിട്ട് പറമ്പാക്കാൻ കഴിയില്ല. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് ഏറെക്കുറെ 2-3 മീറ്റർ താഴെയാണ് ഈ ഭൂമി കിടക്കുന്നത്. ഈ ഭൂമിയുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. തൃശ്ശൂർ ജില്ലയിൽ കുടിവെള്ളം കൊടുക്കുന്നതിൽ വലിയ സംഭാവനയാണ് നമ്മുടെ ഈ കോളുനിലത്തിനുള്ളത്. പാരിസ്ഥിതിക സംരക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോൾ മേഖലയാണ്. നമ്മുടെ നാട്ടിലേക്ക് ദേശാടന പക്ഷികൾ വരെ വരുമ്പോൾ അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായി പഠനം നടത്തിയാൽ വലിയ അത്ഭുതങ്ങളാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ശുദ്ധമായ കുടിവെള്ളം കിട്ടില്ല. കുടിവെള്ളം മാത്രമല്ല, ശുദ്ധമായ വായു കിട്ടില്ല. ഈ മേഖലയിലുള്ള കൃഷിഭൂമി ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ശുദ്ധമായ വായു തന്നെ ശ്വസിക്കാൻ കഴിയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ 13 നിയോജകമണ്ഡലം ഉണ്ടെങ്കിൽ അതിൽ 6 നിയോജകമണ്ഡലങ്ങളിൽ ഈ കോൾ കൃഷി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവിടെയൊക്കെ ഈ വെള്ളം പമ്പ് ചെയ്ത് വറ്റിച്ച് കൃഷി ചെയ്ത് അതൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ശുദ്ധവായു പോലും കിട്ടുന്നത്. ആ ശുദ്ധവായു കൊടുക്കുന്ന കൃഷിക്കാരനെ ഒരു ചെറിയ തുക കൊടുത്ത് സംരക്ഷിച്ചിട്ട് ഈ കൃഷി നിലനിർത്തുന്നതിലുള്ള ആത്മാർത്ഥത ഇവിടെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമാണ്, വളരെ ഖേദകരമായ വിഷയമാണ്. ഇതിൽ കെ കൊച്ചുമോദ് പറഞ്ഞൊരു വിഷയത്തിൽ വരാം. ആ ഒരു ചില മേഖലയിലെ കൂട്ടായ്മകൾ അതൊരു ബ്രാൻഡാക്കി അല്ലെങ്കിൽ അതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആളുകൾ അത് വാങ്ങാൻ തയ്യാറാണ്.
അടാട്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയല്ലേ? അടാട്ടിൻ്റെയൊക്കെ വലിയ ശ്രമം നടത്തിയല്ലേ. 1995-30 കൊല്ലം മുമ്പ് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മെറൈൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി മുഖേന മത്സ്യകൃഷി നടത്തി. മെക്കനൈസേഷൻ നടി മെഷീൻ കൊണ്ടുവന്നു ജപ്പാനിൽ നിന്ന്. അത് കഴിഞ്ഞ് പഞ്ചാബിൽ നിന്ന് കൊയ്ത്ത് മെഷീൻ കൊണ്ടുവന്നു. വൈക്കോൽക്കെട്ട് നിരവധി കാര്യങ്ങൾ. പക്ഷേ എന്താണ് കൃഷിക്കാരന് കിട്ടിയെന്ന ചോദ്യം. അടാട്ട് റൈസ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതിൽ കൃഷിക്കാരൻ? ഞാനിപ്പോൾ ചെയ്യും അതിൻ്റെ മുൻപ് കൃഷിക്കാരൻ എന്ത് കിട്ടി? കൃഷിക്കാർ യാതൊന്നും സംഭവിച്ചില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൽ കോടിക്കണക്കിന് രൂപകളൊക്കെ കിട്ടുന്നതാണ്, കൃഷിക്കാരൻ ലെവലായില്ലല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ ജൂൺ മാസം തൊട്ട് 30,000 ഏക്കർ കടലായിട്ട് കിടക്കുക. കടൽ മാതിരിയാണ് കിടക്കുന്നത്. ആ വെള്ളം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിൽ കടലിലേക്ക് കളയാണ്. ലോകത്തിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? ആ വെള്ളം കടലിലേക്ക് കളയണമാണോ? ആ വെള്ളം സംഭരിച്ച് അതിന് പ്രത്യേക സംവിധാനം ഗവൺമെൻറ് ഒരുക്കണം. വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന രാജ്യത്ത് മുഴുവൻ ഇവിടെ കടലിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് പുതിയൊരു റിസർച്ച് പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി, അതാണ് ഈ വെള്ളം. നവംബറിൽ വെള്ളം കളയണു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 ഏക്കറിൽ ഫ്ലോട്ടിംഗ് കൃഷി, വെള്ളത്തിന് മുകളിലുള്ള ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കതിര് വന്നു, വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ഇട്ടുള്ള കൃഷി, അതിൻ്റെ ഉള്ളിൽ മത്സ്യം. അങ്ങനെ ചെറിയ റിസർച്ച് പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അത് ഒരു 6 മാസം ഗവേഷണ റിസർച്ച് വന്നതിന് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞ ആശയം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളില്ല കൃഷിക്കാർ. പശുവിനെ വളർത്തേ, പന്നി വളർത്തേ. കൃഷിക്കാരങ്ങനെ വെറുതെ ചുമ്മാ 4 മാസം കൃഷി വളർന്ന് പോരാ. അവർ ആ 100 ഏക്കർ കൃഷി ഉണ്ടെങ്കിൽ അതിൽ പശു വളർത്തുന്ന കൃഷിക്കാർ ആർക്ക് പന്നി വളർത്താൻ പറ്റും, ആർക്ക് കോഴി വളർത്താൻ പറ്റും, ആർക്ക് കാട വളർത്താൻ പറ്റും, അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ 100 ഏക്കർ ഗോപിയുടെ വീട്ടിലുള്ള 250 ഏക്കറിലുള്ള കൃഷിക്കാരെ ഡിവൈഡ് ചെയ്യണം. അതിൽ പശു വളർത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവർക്കത് പ്രൊവൈഡ് ചെയ്യണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് നിരവധി പദ്ധതികളുണ്ട്. ഞാൻ നാളെ ജോർജ് കുര്യൻ സാർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സാർ. അദ്ദേഹത്തെ മൃഗസംരക്ഷണത്തിൻ്റെ കീഴിലാണ്. നിങ്ങൾ എത്ര പശുവിന് വേണം, എത്ര ആടിന് വേണം, എത്ര കോഴി വേണം, നിങ്ങൾ പ്രോജക്റ്റിനൊക്കെ ഒന്ന് പറഞ്ഞത്. നമ്മൾ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് NCS മുഖേനയുള്ള സംഭരണ രീതി വരാൻ കൃത്യമായി ഉത്തരേന്ത്യയിൽ ആ പദ്ധതികളൊക്കെ നന്നായി വിനിയോഗിക്കുന്നുണ്ട്. അത് മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ ആന്ധ്രയിൽ പോയി കാണണം. മത്സ്യകൃഷിയുടെ ആളുകൾ നെല്ലും കൃഷി, നമ്മളൊക്കെ നെൽകൃഷി കഴിഞ്ഞ് മീൻ കൃഷി ഡ്യൂറേഷൻ ഇല്ല, ഒരിക്കലും പരാജയം. അത് നമ്മൾ മത്സ്യം ജൂണിലിട്ടിട്ട് മത്സ്യം ഇട്ടു, ലക്ഷങ്ങൾ മത്സ്യം ഇട്ടു. അത് പിന്നെ അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് കൃഷിപ്പണിയുണ്ട്. എന്ത് കിട്ടുന്ന മത്സ്യത്തിന് അതൊന്നും പ്രായോഗികമല്ല. നെൽകൃഷി കഴിഞ്ഞ് മീൻ കൃഷിയും പ്രായോഗികമല്ല. അടാട്ട് പരീക്ഷ നെൽകൃഷിയുടെ ഉള്ളിൽ മീൻ കൃഷിയും താറാവിട്ടു. നമ്മൾ അടാട്ട് 2017 നെല്ല് കൃഷി ചെയ്യുമ്പോൾ താറാവിന് മീനിട്ടുള്ള കൃഷി നടത്തി, ജൈവ കൃഷി. പക്ഷേ അടാട്ട് ബാങ്കൊക്കെ വലിയ അത് കെട്ടുന്നൊക്കെ പറഞ്ഞ് പിരിച്ചു വിട്ടു. പക്ഷേ ആ ആൾക്കാർക്കൊക്കെ ഇപ്പം മാറ്റം വന്നു തുടങ്ങി. ഇപ്പോൾ ഈ സ്കീമിനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പദ്ധതി എന്ന് ചോദിക്കുന്നുണ്ട്. ആ ലെവലിലേക്ക് കൃഷിക്കാർ സംരംഭരായിരിക്കണം. പാടശേഖരങ്ങൾ അതിനുള്ള വ്യക്താക്കളൊക്കെ ഉണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, എത്ര MPD, FFD, അഡാക്ക്, ഫിഷീസ്, മത്സ്യകൃഷിയുടെ, മൃഗസംരക്ഷണം, എത്രയോ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലുണ്ട്. അവരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കി സ്ഥലങ്ങൾ. ഈ തൃശ്ശൂർ കോളനിയിൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ ജൈവത്തിൻ്റെ കേന്ദ്രമാണത്. ആ ഭൂമിയെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കൃഷിക്കാർ, അപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർ ആ സംരംഭം ഏറ്റെടുക്കും. ശ്രീ ഗോപിനാഥൻ, ശ്രീ രാജേന്ദ്രൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുമല്ലോ. ഈ കോൾ മേഖലയിലെ ഒരു സമയത്ത് ഫുൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പിന്നീട് അത് കടലിലേക്ക് തുറന്നു. അവിടെ തന്നെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. മഴ പെയ്ത് വെള്ളക്കെട്ടായി കഴിഞ്ഞാൽ അത് കോൾ മേഖലയിൽ അടച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെയും ഈ കാഞ്ഞാണിയിലൊക്കെ നിരന്തരം ഉണ്ടാകുന്ന ബണ്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ആദ്യം. ഇത് ഈ വെള്ളക്കെട്ടും ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹമാണ്. ഇത് അതാത് സമയത്ത് അതാത് പണികൾ നടത്തുകയെന്ന് വെച്ചാൽ ഇത്രയും വെള്ളക്കെട്ടുകളൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഒരു MLA വിളിച്ച യോഗത്തിൽ വ്യക്തമായി ഞാൻ പറഞ്ഞു, ഈ ശോഭ സിറ്റി മുതൽ നമ്മുടെ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ MLA വിളിച്ച് പറഞ്ഞത് ശോഭ സിറ്റി മുതൽ ഏനാമാക്കിൽ വരെയുള്ള ആ തടസ്സങ്ങൾ നേരത്തെ മെയ് മാസം ഒരു 20-ാം തീയതി ഉള്ളിൽ മാറ്റുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കുളവാളിയും ചണ്ടി മാറ്റുക നീരൊഴുക്ക് കിട്ടും. അപ്പോൾ പാടശേഖരങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല. പാടശേഖരങ്ങൾ മത്സ്യം വളർത്തുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മത്സ്യം വളർത്തുന്ന അവർ നെറ്റ് വെച്ചിട്ട് വെള്ളം കയറ്റിയിട്ടാണ് കോളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ കോളിൽ വരുന്ന ഓവർഫ്ലോ അപ്പുറത്തോടെ തള്ളിപ്പോകും.
ഇതല്ല, ഈ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും കൂടി ഈ സാധനം ടെൻഡർ വിളിക്കുകയും ഒന്നും ചെയ്യാതെ അവസാന ഘട്ടം നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന സമയം ചെല്ലുന്നത് വരെ അവിടെ നിൽക്കും. ആ സമയത്ത് ഏകദേശം ജൂലൈയിലേക്ക് ഇതിപ്പോൾ ഇന്നലെയാണ് പുല്ലഴിയിലെ ചണ്ടി നീക്കി കഴിഞ്ഞിട്ടുള്ളത്. എത്ര ദിവസം ഞാനും ഇക്കയ്ക്കും കൂടി സമരജീവിയിൽ അവിടെ കലക്ടറെ വിളിച്ച് 7 ദിവസങ്ങളിൽ മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇതിന് ഫണ്ട് എന്തായാലും ചെലവ് ചെയ്യണം. ആ ചെലവ് ചെയ്യണ ഫണ്ട് ഇതിന് മുൻകൂറായിട്ട് ചെലവ് ചെയ്യാൻ അവർക്ക് ആദ്യം ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് കൊടുക്കാൻ അവർക്ക് സാധിച്ചു. എല്ലാ കൊല്ലം ഇതേമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാ കൊല്ലം അവിടെ ചെന്നിരുന്ന് തിക്കും തിരക്ക് അടിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം മാറ്റിയ ചണ്ടികൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ ഒരു കൊല്ലം കരിവാലി എന്ന് പറഞ്ഞ ചണ്ടി വന്നിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു. ഇപ്പം മാറ്റിയ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ തൈക്കൾ ഇതിങ്ങനെ പൊന്തിക്കൊണ്ട് വരിക. ആദ്യം ഈ ഒഴുക്കിൽ ഇതിൻ്റെ വിത്ത് ചിലപ്പോൾ ഒഴുക്കോടുകൂടി ഒഴുകി കടലിലേക്ക് പോയായിരുന്നു. ഇപ്പോൾ അത് തടസ്സം വന്നപ്പോൾ അതവിടെ തടഞ്ഞ് കൂടി ഭയങ്കര ഭീമമായ കൂട്ടമായി കിടക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്ത് കൃഷി ഇറക്കേണ്ട നേരത്തെ കരിവാലി പൊന്തും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും എടുത്ത് മാറ്റുന്നതൊന്നും കറക്റ്റാക്കണില്ല. അത് നോക്കാൻ ഇവർക്ക് നേരമില്ല. കോൾ മേഖല എന്ന് പറഞ്ഞാൽ കോളിൻ്റെ ഉള്ളിൽ കരഭൂമികളിൽ കയറി നടക്കണ മാതിരി കോളിൻ്റെ ഉൾച്ചാലുകളിലൊക്കെയും തടസ്സങ്ങൾ ചില പാലങ്ങളിൽ നമ്മൾ പുഴയ്ക്കുന്ന ഏകദേശം നോക്കുക വെച്ചാൽ 4 പാലമായി. ഇപ്പോൾ കുറിഞ്ഞാക്കൽ പാലടക്കം 4 പാലമായി. അതിൽ പുല്ലഴി പാലം വരെ ചെറിയ പാലം വരെ വന്ന് കാണാനും പറ്റും. അതിൻ്റെ ഇടയിൽ പുത്തൻകോൾ പായിക്കോളിൻ്റെ ഒരു ഇതുണ്ട്, കോളിൻ്റെ സെൻറ്ററിലാണ്. അവിടെ ഇവർ ശ്രദ്ധിക്കില്ല, എന്താണ് പ്രശ്നം ഏതാണെന്ന് നോക്കില്ല. ഇതൊക്കെ വിടിയിച്ചാൽ അവിടെ വന്ന് ഡംപ് ചെയ്യും. അത് നമ്മളിപ്പോൾ പുഴക്കില മാത്രമല്ല, ചേറ്റുപുഴയിൽ നിന്ന് വരുന്നത് ചേർപ്പം അത് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. അവിടെ നിന്ന് വരുന്ന ചണ്ടി വിടിയിച്ചാൽ ഇവിടെ വന്ന് ലോഡ് ചെയ്യും. ഇതൊക്കെ പ്രത്യേക പ്രോജക്റ്റ് കൊടുത്തതാണ് ഈ ചണ്ടി മാറ്റാനായിട്ടുള്ള. ഇതിന് കേന്ദ്രമന്ത്രി വിളിച്ച യോഗത്തിൽ ഇല്ലേക്ക് നമ്മൾ കലക്ടർ യോഗത്തിൽ കേന്ദ്രമന്ത്രി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ജനുവരിയിൽ കലക്ട്രേറ്റ് വിളിച്ച യോഗത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഞാനത് അതിൻ്റെ ഫണ്ട് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റും ഇതിനു വേണ്ടി ചെയ്തില്ല. ആരും അതിന് മുന്നോട്ട് വരുന്നില്ല. എന്താണെന്ന് നമുക്കറിയണില്ല. അതങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ. ഈ മഴയ്ക്ക് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാന വൃത്തിയാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇത്തവണ എല്ലായിടത്തും അത് വീഴ്ച സംഭവിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപയാണ്, തൃശ്ശൂർ കോർപ്പറേഷനിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നത്. മഴ തുടങ്ങിയിട്ട് പോലും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവവും. അതായത് മഴ തുടങ്ങി മഴ തുടങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോഴാണ് ഈ ചണ്ടി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നീങ്ങുകയും പുല്ലഴിയിൽ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞതെന്ന് പറയുന്നു. അതാണ് നേരത്തെ ചോദിച്ചത്. ഇതിന് പിന്നിൽ എന്താണ്? ഇവർക്ക് വല്ല ഗൂഢോദ്ദേശമുണ്ടോ? അല്ല, അത് ഗൂഢോദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം 2 കോടിയിൽ പരം രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ആഗ്രോ ഡ്രഡ്ജർ എന്ന് പറയുന്ന 2 മെഷീൻ, അതിനോടനുബന്ധ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വാങ്ങിച്ചു. ആ വാങ്ങിച്ച സാധനം ഇന്ന് വരെ കോൾ മേഖലയിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വാങ്ങിച്ചത് അതിൻ്റെ ഇപ്പോൾ കൺട്രോള് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേക വിങ്ങിൻ്റെ കയ്യിലാണ്. ആ ഡ്രഡ്ജർ ഇവിടെ ഇറിഗേഷൻ വകുപ്പിന് ഉപയോഗിക്കാൻ അവരുടെ നിയമപരമായ തടസ്സം. അവർ ടെൻഡർ കൊടുത്തിട്ടാണ് ഈ ചണ്ടിയൊക്കെ നീക്കുക. ഇത് ടെൻഡർ ചെയ്യാതെ തന്നെ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീക്കാൻ കഴിയും. അതൊരു ആധുനിക മെഷീനാണ്. ആ മെഷീൻ ശരിയായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോപി പറഞ്ഞാൽ ഈ സമയത്തേക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ആ മെഷീൻ ഇപ്പോൾ എവിടെയാണുള്ളത്? അത് യൂണിവേഴ്സിറ്റിക്കാരുടെ കയ്യിൽ ഇവിടെ പാടത്ത് കിടക്കുന്നുണ്ട്. ഉപയോഗിക്കാതെ മണ്ണുത്തി അവിടെ അല്ല, മണ്ണുത്തി അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചണ്ടി ആണെങ്കിൽ അത് അടിവരെ മാറും. മറ്റത് മുകൾ ഭാഗത്തുനിന്ന് മാത്രമാണ് ഈ ചണ്ടി മാറുക. അതേ സമയത്ത് ഇത് അടിവരെ ഈ കരുവാലി ആവട്ടെ എന്താവട്ടെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അടി ഉൾപ്പെടെ മാറ്റും. അങ്ങനെ വരുമ്പോൾ അത് നല്ല ഫ്ലോ വരും. ഇനി എന്തിനേറെ പറയുന്ന ഗവൺമെൻറ് ഇപ്പോൾ മുതുവറ നിന്ന് ഏനാമാവ് വരെ ഒരു ടൂറിസം പ്രോജക്റ്റ് എന്ന രീതിയിൽ എന്തുകൊണ്ട് വെറുതെ ഞാൻ പറഞ്ഞുതരാ, എത്രയോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് ഒരു വഞ്ചിയിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഒരു കൊട്ടവഞ്ചിയിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ കൊടുത്ത് നമ്മൾ കാശ് കൊടുക്കുകയാണ്. ആലപ്പുഴയ്ക്കാണ് ആ കാശ് കൊടുക്കുകയാണ്. ഇത് മുതുവറയിൽ നിന്ന് കയറി ഇരുന്നിട്ട്
ഏനാമാവ് വരെ പോയാൽ എന്തെല്ലാം നമുക്ക് കാണാൻ കഴിയും, എത്ര മാറ്റം ഉണ്ടാവും. എന്താ ആർക്കെങ്കിലും ശ്രമിച്ചൂടെ? അപ്പോൾ അന്യനാട്ടിലേക്കൊക്കെ നമ്മൾ ടൂറിസം പ്രോജക്റ്റ്, ടൂറിസം സ്ഥലം സന്ദർശിക്കാനും അതിനൊക്കെ നമ്മൾ കാശ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലുള്ള ഈ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണില്ല. അതിനകത്തൊക്കെ വൃത്തിയാക്കിയിടണ്ടേ? ആ വൃത്തിയാക്കിയിടുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ? അപ്പോൾ കരാറുകാർക്ക് ടെൻഡർ കൊടുക്കുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിൽ കൂടി മാത്രം ഇതൊന്നും വേണ്ട. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ ചണ്ടി നീക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതവർക്ക് ചെയ്യാൻ അതിന് നിയമപരമായിട്ടുള്ള പല വിഷയങ്ങൾ വന്നു. ഞങ്ങൾക്ക് അങ്ങനെ നിയമം ഇതുവരെ ഇല്ല. ആ നിയമത്തിൽ മാറ്റം വരുത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ അത് എത്ര പറഞ്ഞാലും ആരും മാറ്റം വരുത്തില്ല. കാരണം ഓരോരുത്തരുടെയും നിയന്ത്രണം പോകില്ലേ. അതൊന്നും അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ മെഷീനറി പോലും ഉപയോഗിക്കാൻ ഇപ്പോൾ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് പഴയ വഞ്ചി അതേപോലെ തന്നെ പോവുക. വഞ്ചിയിൽ കരക്കണിയെന്ന് വെച്ചാൽ വഞ്ചിയിലിരുന്നിട്ട് ഇത് വഞ്ചി തുഴയണ്ടേ ശരിയായൊരു ദിശാബോധം വേണ്ട ഈ കാര്യങ്ങളിൽ. ഇതൊന്നും ആർക്കുമില്ല. അങ്ങനെ ഒരു കൂട്ടായ്മയില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. കൂട്ടായ്മ വരണമെന്ന് വെച്ചാൽ അതോടൊരു ചിന്ത വരണ്ടേ? അങ്ങനെയൊന്നും ഇപ്പം ഇല്ല. പഴയ പോക്ക്. കുറേ കൃഷിക്കാർ കുറേ സമയത്തുമ്പോൾ ആഫീസുകളിൽ ചെല്ലും, അവിടെ കുത്തിയിരിക്കും, ധർണ നടത്തും, പിക്കറ്റിൽ നടത്തും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇടപെടും, എന്തെങ്കിലും ചിലതക്കാപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യും, അവസാനിക്കും. എന്നല്ലാതെ ശാശ്വതമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ നടത്തണില്ല. ഇപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ പട്ടണത്തിൽ വെള്ളം ഒഴിഞ്ഞു പോകണം. വെള്ളം ഒഴിഞ്ഞു പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടെ കാന വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം കഴിയില്ല. ഈ കാന വൃത്തിയാക്കി ചെല്ലുന്ന വെള്ളം നേരെ ഒഴുകിപ്പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ തളം കെട്ടി നിൽക്കില്ലേ? ആ ഒഴുകിപ്പോകാൻ ആവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ എന്താണോ അത് നീക്കം ചെയ്യാനുള്ള ഒരു പദ്ധതി കൂട്ടായി ആലോചിച്ച് അതിൽ കോർപ്പറേഷൻ്റെ പങ്ക് ഉണ്ടാക്കാം, അതിൽ ബ്ലോക്കുകളുടെ പങ്കുണ്ടാക്കാം, പഞ്ചായത്തുകളുടെ പങ്കുണ്ടാക്കാം. അവരുടെ എല്ലാവരുടെയും ഒരു വിഹിതം കൺസോർഷ്യം എന്ന രീതിയിൽ തന്നെ എല്ലാ ഫണ്ടും ഉപയോഗിച്ച് അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ച് അത് നടത്തിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയില്ലേ? അതെല്ലാ കൊല്ലം ആ രീതിയിൽ ചെയ്തുകൂടെ? അതിലൊന്നും ആരും തയ്യാറാവുന്നില്ല. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനെ ആർക്കാ ഉത്തരവാദിത്വം, എവിടെ ഉത്തരവാദിത്വം, ആരാ നീക്കാഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ അതൊക്കെ വന്നു. ഒരു ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ അതൊക്കെ കെട്ടടങ്ങി. പിന്നെ അതങ്ങനെ കിടന്നു. പിന്നെ അങ്ങനെ ഒന്ന് വന്നാൽ മാത്രമാണ് നമ്മൾ വീണ്ടും ഒന്ന് ഉണരുള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ചിത്രം. ഈ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ വന്യജീവി ശല്യം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ആ മേഖലയിലും ഉണ്ടോ? അത് മാത്രമല്ല, അത് നഷ്ടപരിഹാരം വളരെ കുറവാണ് ലഭിക്കുന്നതെന്നും പരാതി വരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലുണ്ട്. അത് നമ്മുടെ ഈ കോൾ മേഖലയിൽ പന്നി അങ്ങനെ വന്നു തുടങ്ങിയില്ല. വരാൻ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു അല്പത നമ്മുടെ ഇവിടെ ഉണ്ട്. ഈ നിങ്ങളുടെ ബുധവാരപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഈ കടയിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ വരിക. അപ്പോൾ ഇക്കടെ നേരത്തിലുള്ള ഈ കോൾക്കട്ട സംഘം ഉണ്ടല്ലോ, വലിയ പുരോഗമനമായ കാര്യങ്ങൾ കണ്ടമാനം ചെയ്താണ് തൃശ്ശൂർ ജില്ലയിൽ കോൾ കൃഷിക്കാരെ സംരക്ഷിക്കാനായിട്ട്. ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഈ ഡ്രഞ്ചിങ് മെഷീൻ മേടിക്കുമോ, അത് ഇളക്കിയിട്ട് കഴിഞ്ഞത് ഈ കംപ്ലീറ്റ് വെള്ളം ഈ പുല്ല് മുഴുവൻ കടലിലേക്ക് പൊക്കോളും. ഈ ചണ്ടി മുഴുവൻ ഒന്ന് ഇളക്കിയിട്ടാൽ മതി. അത് കൊണ്ടുവന്ന് 2 കൊല്ലം ഈ മെഷീൻ അവിടെയൊക്കെ നോക്കുത്തിയിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞ ഈ ടൂറിസം പരിപാടികളൊക്കെ ഈ അനുബന്ധമായിട്ട് നമ്മൾ എവിടേക്ക് നമുക്കുള്ള ടൂറിസം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. പുഴയ്ക്കുന്നോട്ട് അനാമവരെയുള്ള എത്രയോ കിലോമീറ്റർ ഇങ്ങനെ കിടക്കില്ലേ. നേരത്തെ പറഞ്ഞ ആ ബണ്ടുമ്മ പശു വളർത്ത്. അപ്പം ആ പശു വളർത്തെന്ന് പറയുമ്പോൾ ആ ടൂറിസമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ആൾക്കാർ വരുന്നു, ആ പശുക്കളെ കാണുന്നു, മൃഗങ്ങളെ കാണുന്നു. ആ മൃഗങ്ങളെ കാണുമ്പോൾ റിലാക്സ് ചെയ്യുക. അപ്പോൾ അവർക്ക് ആ പാല് കറന്നു കൊടുത്തു, അത് ചായ ഉണ്ടാക്കി കൊടുത്തു, കോഴി വളർത്തി, കോഴിയുടെ മുട്ടയെടുത്തു. അപ്പോൾ ഒരു 10 രൂപയുടെ കോഴിയുടെ മുട്ടയ്ക്ക് നമ്മൾ 20 രൂപയാക്കാം. എങ്ങനെ മുട്ട പറക്കുക, കോഴിക്കൂട്ടിൽ വന്ന് മുട്ട പറയ്ക്കുക, 10 20 രൂപ. അങ്ങനെയാണ് ഈ മൂല്യം കൂട്ടുക. അങ്ങനെ നിരവധി ചാൻസുകൾ കോൾനിലകളുണ്ട്. കോൾനിലകൾ ബണ്ടുകൾ ഇങ്ങനെ കിടക്കില്ലേ, സുരക്ഷിതമായിട്ട് കിടക്കുക ബണ്ടുകളെല്ലാം. അപ്പോൾ ടൂറിസമായിട്ട് കണക്ട് ചെയ്യണം. അതിന് കേന്ദ്ര പദ്ധതികൾ, സംസ്ഥാന പദ്ധതികളൊക്കെ വരുമ്പോൾ അങ്ങനെ മാത്രമാണ് കൃഷിക്കാർ. അല്ലെങ്കിൽ ഈ കൃഷിക്കാർ ഒരു ഏക്കർ കൃഷി പണിത് 5 മാസം വെയിൽ കൊണ്ട് 30,000 കിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഗ്യാസ് വായ്പയായിട്ട് കിട്ടും. നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെസിറ്റ് തരാണ്. നമ്മൾ ഇത്രയും ഭരണഘടനാ വിരുദ്ധമായൊരു സംഗതി ലോകത്തുണ്ടോ? ഞാൻ ഉൽപ്പാദിപ്പിച്ച നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബില്ല് തരുന്നു. ആ ബില്ല് വെച്ച് നടക്കുക നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇന്ന ബാങ്കിൽ പോകാൻ പറയാം. ഇതിൻ്റെ ബാങ്കിൽ പോയി ആ ബില്ല് ഈട് വെച്ചിട്ട് നമുക്ക് ലോൺ തരിക.
ആ ഏത് നെല്ലെടുത്ത് കുത്തലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ആ ബില്ല് വെച്ച് നമ്മൾ ലോൺ എടുക്കുക, എന്നിട്ട് അത് PRS വായ്പ തരിക, എന്നിട്ട് അത് ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറയുന്നു, ഗവൺമെൻറ് അടയ്ക്കാതെ വരുമ്പോൾ നമുക്ക് സിബിൽ വരിക. ഇത്രയും ഭരണഘടനാ വിരുദ്ധമായൊരു നടപടി ലോകത്തിലില്ല ഈ നെല്ല് സംഭരണം എന്ന് പറഞ്ഞാൽ. അതൊരു ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അന്നത്തെ കാലഘട്ടം നമ്മൾ അതാ പറയുന്നത്. 2005 ഈ നെല്ലെടുപ്പ് സംഭവങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, പാടശേഖരങ്ങളൊക്കെ എടുത്തിട്ട് നിരവധി അഴിമതിയും കാര്യങ്ങളൊക്കെ വന്നു, അടാട്ടൊക്കെ എടുത്തിരുന്നതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി കണ്ടുപിടിച്ചൊരു പദ്ധതി, ആ കാലഘട്ടം നമ്മോട് അതാ പറഞ്ഞിരുന്നത്. ഇന്നത്തെ 2025 കാലഘട്ടം നമ്മോട് നെല്ല് സിവിൽ സപ്ലൈസിന് കൊടുക്കാനല്ല പറയുന്നത്. ഇന്ന് ഈ കേരളത്തിലെ മട്ട നെല്ല് എത്ര ക്വാളിറ്റി നെല്ലാണത്. ആ നെല്ല് വിദേശിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100-150 രൂപയാണത്. അതിൻ്റെ എത്ര ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ആ ലെവലിലേക്ക്, അല്ലാണ്ട് സിവിൽ സപ്ലൈസ് കൊടുത്ത റേഷൻ കടയിൽ കൊടുക്കുന്ന അരിയാണത്. കേരളത്തിൽ 10 കിലോ അരി ഉണ്ടെങ്കിൽ 2 കിലോ അരിയാണ് ആകെ ഉണ്ടാക്കുന്നത്, ബാക്കി 8 കിലോ അരി വരിക. ഈ 2 കിലോ അരി നമുക്ക് ചെയ്തു കൊടുക്കുക കാര്യങ്ങൾ. ആ ലെവലിലേക്ക് കൃഷിക്കാർ മാറണം. കൃഷിക്കാർ കൂട്ടായ്മകൾ, നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർ കമ്പനികൾ, ആ ലെവലിലേക്ക് കൃഷിക്കാർ മാറണം. തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് സംഘം എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പഴയ എന്ത് ചെയ്യാൻ പറയാനല്ലേ പറ്റുള്ളൂ. ഒരു കാര്യം, നമ്മുടെ ഈ തൃശ്ശൂർ കോൾനിലങ്ങൾ റംസാർ സൈറ്റിൻ്റെ ഭാഗമാണ്. ഈ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് അന്തർദേശീയമായി ഇറാനിലാണെന്നാണ് തോന്നുന്നത്. അവിടെ ലോകത്തിലെ രാഷ്ട്രത്തലവന്മാരൊക്കെ കൂടിയിരുന്നിട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അന്തർദേശീയമായിട്ട് കുറേ തടാകങ്ങൾ, അതുപോലുള്ള ഏരിയകൾ, ഈ പക്ഷികളെ സംരക്ഷിക്കുക, പാരിസ്ഥിതിക സംരക്ഷണങ്ങൾ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടൊരു വിഷയമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റംസാർ സൈറ്റിൻ്റെ ഭാഗമാണ് നമ്മുടെ തൃശ്ശൂർ കോള്. ആ തൃശ്ശൂർ കോളിന് കേന്ദ്ര ഗവൺമെൻറ് റംസാർ സൈറ്റുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം പണം ഉപയോഗിക്കുന്നുണ്ട്. ആ പണമൊക്കെ ഇപ്പോൾ ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ വനംവകുപ്പാണ് അതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ കേന്ദ്ര മന്ത്രി വിളിച്ചു കൂട്ടിയ യോഗത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വരെ റംസാർ സൈറ്റിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് 1 രൂപ പോലും നമുക്ക് കിട്ടണില്ല. അതൊക്കെ കിട്ടുമ്പോൾ വലിയ തലത്തിൽ ഈ ഞാൻ മനസ്സിലാക്കുന്നത് വനം വകുപ്പിൻ്റെയൊക്കെ മേഖലകളിൽ ആ പണം ചെലവ് ചെയ്തു പോകുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ലോകത്തിലെ വിവിധ തരം ഈ റംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള വിഷയമാണ്. അവിടെ ലോകത്തിൻ്റെ ഇത്ര ഇനങ്ങളുള്ള പക്ഷികൾ അവിടെ വന്നുകൊണ്ടുപോകും. ഇവിടെ ദേശാടന പക്ഷികളൊക്കെ ഒരു കാലഘട്ടത്തിൽ, അല്ല ഒരു സീസണിൽ, അത് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് പറന്ന് ഇവിടെ വന്ന് അവരുടെ ആ സീസണാണത്. അത് അവർക്കറിയാം, അവരത് കൃത്യമായിട്ട് വരും. അങ്ങനെയുള്ള ഈ സീസൺസ് ഉള്ള ഇതിനൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പണം നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ വേറെ മേഖലയിലേക്ക് വഴിമാറി പോകുന്നു എന്നുള്ളതാണ് സത്യം. അത് കൂടി നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് അതിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കുറേ പണമൊക്കെ വകയിരുത്തുന്നുണ്ട്, പക്ഷെ നമുക്കത് എത്തിച്ചേരുന്നില്ല. നമ്മൾ പറഞ്ഞു തുടങ്ങിയതും അത് തന്നെയാണ്. വളരെയധികം കർഷകർ പിന്നോക്കം പോയിരിക്കുന്നു. പുതുതലമുറയിലുള്ളവർ കാർഷിക രംഗത്തേക്ക്, പ്രത്യേകിച്ച് നെൽകൃഷിയിലേക്കൊന്നും കടന്നു വരുന്നുമില്ല. ഈ നിലവിലുള്ള കർഷകരെ പോലും സംരക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം, അവർക്ക് വേണ്ട അവരുടെ പരാതികൾ കേൾക്കാൻ ഇടമില്ലാത്ത അവസ്ഥ, അവരുടെ പരാതികൾക്ക് നേരെ മുഖം തിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയെല്ലാം ആകുമ്പോഴാണ് കൂടുതൽ കർഷകർ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങി പോകുന്നത്. ഈ കാർഷിക മേഖലയെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രയും. എന്തായാലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ കുറച്ചൊക്കെ മേഖലകളിലൂടെ കടന്നുപോയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ച ചെയ്യാനായി TCVയുടെ സ്റ്റുഡിയോയിലെത്തിയത് ശ്രീ കോളങ്ങാട്ട് ഗോപിനാഥൻ, ശ്രീ KK കൊച്ചു മുഹമ്മദ്, ശ്രീ MB രാജേന്ദ്രൻ, 3 പേരും നിരന്തരം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കോൾ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.